നമുക്ക് വേണേൽ ബാങ്കിൽ പോയാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബാലൻസ് 1 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഒന്നും അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് കിട്ടിയ അപ്പം തന്നെ ഞാൻ അണ്ണന് എടുത്ത് തന്നോളാം. ഇത് നുണയല്ല, സത്യമാണ്. എടാ നായേ, ഫോൺ വിളിച്ചപ്പോ എന്നെ എന്താ പറഞ്ഞു? ഇത്ര നാള് സുഖതണ്ണ പറഞ്ഞ നീയേ കൊടുത്ത കാശ് തന്നെ ഞാൻ കേട്ടെ, അത് തന്നെ ഞാൻ കേട്ടെ. ഇപ്പൊ നീ എന്നെ വീണ്ടും വിളിച്ച് ഏമാത്ത പക്രിയടാ. എന്നാ ഞാൻ മുട്ടായടിച്ചാ നീ കാശെടുത്തിട്ട് വാടാ. കാശില്ല. എന്നെ കാശില്ല? വാങ്ങണ പണം തിരുമ്പി തരത്തേക്ക് വക്കില്ലാണ്. ആരെ ഒന്ന് പോയി സൗരം ചെയ്ത പണം വാങ്ങിട്ട് വാടാ. പാര് ആപ്പിളെ പറഞ്ഞ വാക്ക് വിലയിരുത്തണം. നീ എത്ര മാസം എന്നെ പറ്റിച്ചിട്ട് സാറേ, ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാലോ, നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത്. അത് എൻക്വയറി കഴിഞ്ഞാൽ അൺഫ്രീസ് ചെയ്യാറുണ്ട്. ഇല്ല, ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചത്. എന്തുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഫ്രീസ് ചെയ്തത്? ഞാൻ ഏതെങ്കിലും കൊലക്കേസിൽ പ്രതിയാണോ? ഏതെങ്കിലും ആളുകൾ എനിക്കെതിരെ പരാതി തന്നിട്ടുണ്ടോ? ഇനി അതൊന്നും വേണ്ട. നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വിവരം എന്നെ അറിയിക്കണ്ടേ, ഇൻഫോം ചെയ്യണ്ടേ? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല സാറേ. ഇത് ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊരു ബന്ധുവില്ലേ? ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. എൻ്റെ ഫാദറിലോ വളരെ ക്രിട്ടിക്കലായിട്ട് ICUവിൽ കിടക്കുകയാണ്. മോള് പഠിക്കുന്നത് ലണ്ടനിലാണ്. അവളിപ്പോൾ ലീവിന് വന്നിട്ട് തിരിച്ചു പോകേണ്ട സമയമായി. ഈ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് പൈസയുടെ ആവശ്യമുള്ള സമയമാണ്. അപ്പം നിങ്ങളത് ഫ്രീസ് ചെയ്യുക കാരണം എനിക്ക് പൈസ എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഞാൻ വേറെ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ട് മാനേജ് ചെയ്ത് പോകണം. അപ്പോൾ സാറേ, എനിക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾക്ക്, മാനഹാനിക്ക് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേരിൽ നല്ലൊരു എമൗണ്ട് ഞാൻ വാങ്ങിച്ചിടും. അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ വേറൊരു കാര്യം, ഒരു കസ്റ്റമറുടെ അറിവോ മതിയായ കാരണമോ ഇല്ലാതെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അങ്ങനെ ഒരു ഉത്തരവുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ഉത്തരവുണ്ട്. അത് സാറിന് അറിയില്ലെങ്കിലും ഹെഡ് ഓഫീസിലിരിക്കുന്ന പലർക്കും അറിയുമായിരിക്കും. അപ്പോൾ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഉറപ്പായിട്ട് ഞാനത് വാങ്ങിച്ചെടുക്കും. അല്ല സാറേ, നമുക്കിത് പെട്ടെന്ന് അൺഫ്രീസ് ചെയ്തിട്ടേ ഞാൻ മെയിൽ വേണ്ട, അത് അതേപോലെ ഇരിക്കട്ടെ. അല്ല, അത് ഫ്രീസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ സാറേ, അതാ നല്ലത്. അപ്പോൾ ശരി സാർ, ഒന്നുകൂടി ആലോചിച്ചു. ഒന്നും ആലോചിക്കാനില്ല.